Hi dears, welcome to a Dream BCom online class. Today we are discussing BCOE 141 Principles of Marketing and its Unit 6 New Product Development and Product Life Cycle. Entrepreneurship എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം പുതിയ ഒരു ബിസിനസ് കൊണ്ടുവരുന്നു, ആ ബിസിനസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു, അതേപോലെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകുന്നു, ലാഭമുണ്ടാകുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ ചാപ്റ്ററുകളിൽ എന്താണ് ഒരു പ്രോഡക്റ്റ്, നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ആ സ്പെസിഫിക്കേഷൻ, അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഓഫർ ചെയ്യുന്ന മാർക്കറ്റേഴ്സിന് മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ഫീച്ചേഴ്സും പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സും എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പുതിയ ഒരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ആശയം വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഒന്നുകിൽ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കാം അതുവരെ മാർക്കറ്റിൽ ഇല്ലാത്തത്, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് തന്നെ പുതിയ ഒരു യൂസേജ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു നവീന ആശയം നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്, മാർക്കറ്റിൽ ഓഫർ ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ അവിടെയുള്ളവർ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എത്ര കാലമാണ് അതിൻ്റെ ഗ്രോത്ത് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് 6 പഠിക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആണ്. ഉൽപ്പന്ന നവീനവൽക്കരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് നമ്മൾ ഒരു പുതിയ ആശയം എപ്പോഴും കൊണ്ടുവരുന്നത്, അതല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റിന് പുതിയ പുതിയ ഉപയോഗങ്ങൾ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് എന്തിനാണ്, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് മാർക്കറ്റിങ്ങിൽ. അപ്പോൾ മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ്സ് ആഫ്റ്റർ സെയിൽസ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും എത്രയോ മുൻപേ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്, അവരുടെ ചേഞ്ചിങ് നീഡ്സ് മനസ്സിലാക്കുന്നുണ്ട്, മാർക്കറ്റ് സർവേ നടത്തുന്നുണ്ട്, മാർക്കറ്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു ഉൽപ്പന്നം എന്തിനു വേണ്ടി നമ്മൾ ഓഫർ ചെയ്യണം. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എവർ ചേഞ്ചിങ് ആണ്, എല്ലായ്പ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരേ ഉൽപ്പന്നം ദിവസവും നൽകിയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഒരേ ഉൽപ്പന്നം തന്നെ സ്ഥിരമായി നൽകിക്കൊണ്ടിരുന്നാൽ ആർക്കും അതിനൊരു പ്രത്യേകത ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ നവീനവൽക്കരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ദ ന്യൂ പ്രോഡക്റ്റ് ഓപ്പൺസ് അപ്പ് എൻറ്റയർലി ന്യൂ മാർക്കറ്റ്. എന്തൊക്കെയാണ് പുതിയൊരു ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് എന്താ, പുതിയൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പുതിയതായ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പുതിയ മാർക്കറ്റിനുള്ള സാധ്യതകൾ അത് തുറന്നു വെക്കുന്നു. ദെൻ രണ്ടാമതായി പറയുന്നത് ഇറ്റ് റീപ്ലേസസ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അതുവരെ മാർക്കറ്റിൽ നിലനിന്നിരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് പകരമായാണ് ഈ പുതിയ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ആ പഴയ പ്രോഡക്റ്റിൻ്റെ പ്ലേസിലേക്കാണ് നമ്മൾ ഈ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് നമ്മൾ മഷി നിറച്ചിരുന്ന പേനയാണ് ഉപയോഗിച്ചിരുന്നത്, പിന്നീട് ആ സ്ഥലത്തേക്ക് ബോൾ പോയിൻ്റ് പെന്നുകൾ വന്നു. അപ്പോൾ ആ പഴയ ആ ഫൗണ്ടൈൻ പെന്നിനെ നമ്മൾ നമ്മുടെ ബോൾ പോയിൻ്റ് പെന്ന് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ അവിടെയുള്ള ആ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നിലനിൽക്കുന്ന പഴയ പ്രോഡക്റ്റുകളെ അത് റീപ്ലേസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബ്രോഡൻസ് ദ മാർക്കറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നിലവിലുള്ള ആ മാർക്കറ്റിൻ്റെ അതിൻ്റെ ആ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ അത് വിശാലമാക്കി തീർക്കുന്നു, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വൈഡൻ ചെയ്തു തരുന്നു. പുതിയ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്റ്റ് വരുമ്പോൾ നിലവിലുള്ള ഒരു ഉൽപ്പന്നത്തിന് ഇതിന് ഇങ്ങനെ കൂടെ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു അഡീഷണൽ ബെനിഫിറ്റാണ് അവിടെ കൺസ്യൂമർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ വേ ഓഫ് യൂസിങ് ആണ് അവിടെ ഓപ്പൺ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിനെ വിശാലമാക്കി തീർക്കുന്നു. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിൽ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനൊക്കെ ഫേസ് ചെയ്യുന്ന ആ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ദെൻ
The new product is responsible for much needed customer satisfaction. നമ്മൾ പറഞ്ഞു മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണ്? കൺസ്യൂമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ് and we have to offer those products which will satisfy the changing needs and desires of our consumers. നമ്മുടെ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയുള്ള ആവശ്യങ്ങളാണ്? അൺസാറ്റിസ്ഫൈഡ്, അസംതൃപ്തമായിരിക്കുകയാണ് അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എങ്ങനെയുള്ള പ്രോഡക്റ്റാണോ നമ്മൾ നൽകേണ്ടത് ആ പ്രോഡക്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് സക്സസ് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം? നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, അൺസാറ്റിസ്ഫൈഡ് സ്റ്റേജിൽ നിന്ന് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കണം, ദെൻ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കപ്പാസിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് മസ്റ്റ് എൻഷുർ ഓപ്റ്റിമൽ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾക്ക് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ പറയാറുണ്ട് ലാൻഡ്, ലേബർ, മെറ്റീരിയൽ, മെഷീനറി, അങ്ങനെ മാൻ, മെറ്റീരിയൽ, മെഷീനറി, അങ്ങനെ ഓരോ 4 M's ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ പല റിസോഴ്സസും എങ്ങനെയാണ്? റിന്യൂവബിൾ ആണ്, അല്ലെങ്കിൽ ചിലതെല്ലാം പെരിഷബിൾ ആണ്, ഉപയോഗിക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുന്നതായിരിക്കണം നമ്മുടെ ന്യൂ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സിന് ഒരുപാട് അൺസാറ്റിസ്ഫൈഡ് വാണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചാൽ അവരെ എല്ലാം സംതൃപ്തരാക്കാൻ വേണ്ടി നമ്മൾക്ക് ലഭ്യമായ എല്ലാ റിസോഴ്സസും എടുത്ത് ഉപയോഗിച്ച് കുറേ പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എല്ലാം കൺസ്യൂമേഴ്സ് വാങ്ങിയില്ല എന്ന് വിചാരിക്കാം. നമ്മളുടെ മാൻ പവർ അവിടെ വേസ്റ്റാണ്, അതിനുവേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ വേസ്റ്റാണ്, ഉപയോഗിച്ച എനർജി വേസ്റ്റാണ്. അപ്പോൾ കുറേ റിസോഴ്സുകൾ നമ്മൾ ആവശ്യമില്ലാതെ വേസ്റ്റാക്കി കളയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ലഭ്യമായ റിസോഴ്സുകളെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ നടത്തണം. നമ്മൾക്ക് മാക്സിമം ലാഭം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ വേസ്റ്റേജുകൾ ഒഴിവാക്കാനും നമ്മൾക്ക് കഴിയണം. അങ്ങനെ ലാഭകരമായ രീതിയിൽ ലഭ്യമായ റിസോഴ്സസിനെ ഉപയോഗിച്ച് വേണം പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. Then there must be proper research and monitoring of these activities. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അതിനുവേണ്ടി കുറേ പ്രവർത്തനങ്ങൾ നടത്തുക, അതിനുവേണ്ടി റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നമ്മൾ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായി മാർക്കറ്റ് സർവേയും റിസർച്ചും നടത്തി വേണം ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത്. പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വില തീരുമാനിക്കുകയാണെങ്കിലും അതിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി തീരുമാനിക്കുകയാണെങ്കിലും നമ്മൾ കൃത്യമായ വിശകലനം ചെയ്യലും പഠനങ്ങളും നടത്തിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. നമ്മളുടെ ഡിസൈർഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ വിശദമായ പഠനങ്ങളൊന്നും നടത്താതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പുതിയ പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രിഫറബിൾ അല്ലെങ്കിൽ അവർ വാങ്ങിക്കില്ല. അപ്പം നമ്മൾക്ക് ഫെയിലർ ആണ് ഉണ്ടാവുക. ലാഭം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് അട്ടർ ഫെയിലർ അല്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും നമ്മൾക്ക് നൽകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് കൃത്യമായി പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം, റെഗുലറായിട്ട് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രശസ്തനായ തിങ്കർ പീറ്റർ ഡ്രക്കറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. പീറ്റർ ഡ്രക്കർ അഭിപ്രായപ്പെട്ടത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ because it is its purpose to create a customer, any business enterprise has only these 2 basic functions: marketing and innovation. അപ്പോൾ പീറ്റർ എഫ് ഡ്രക്കർ അഭിപ്രായപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കസ്റ്റമേഴ്സിനെ, സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമായതിനാൽ ആ ബിസിനസ് എല്ലായ്പ്പോഴും 2 കാര്യങ്ങൾക്ക് റെഡി ആയിരിക്കണം.
എന്ത് കാര്യങ്ങൾക്കാണ്? മാർക്കറ്റിംഗ് ആൻഡ് ഇന്നൊവേഷൻ. പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അത് നടപ്പിലാക്കുവാനും മാർക്കറ്റിംഗ് കൃത്യമായ രീതിയിൽ നടത്താനും എപ്പോഴാണോ ഒരു ബിസിനസ്സുകാരൻ റെഡിയാകുന്നത് അപ്പോഴേ അവർക്ക് പുതിയ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ അഭിപ്രായപ്പെട്ടത്. അപ്പം നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ ഇന്നൊവേറ്റ് ഓർ പെറിഷ്. ഒന്നുകിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും അപ്ഡേറ്റ് ആയ രീതിയിൽ പുതിയ പ്രോഡക്റ്റുകളുമായി മാർക്കറ്റിൽ സക്സസ്ഫുള്ളായി നിലനിൽക്കുക. അതല്ലെങ്കിൽ ഏത് വഴിയാണ് വരുന്നത്? പെറിഷ്, നമ്മൾ നശിച്ചു പോവും. അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഓരോ ബിസിനസ്സുകാരുടെയും മുന്നിലുള്ളത്. അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവർ ഫോളോ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ 2 കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ അവരെന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഇന്നൊവേഷൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഫെയിലായിട്ട് അവിടെ നിന്ന് തന്നെ ഇല്ലാതെയായി മാറും. അപ്പോൾ പ്രോഡക്റ്റ് ഇന്നൊവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. ഏത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റോ എന്ത് സർവീസോ നൽകുന്ന ആളുകളായിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിലോ പ്രൈസിലോ ക്വാളിറ്റിയിലോ അതിൻ്റെ വേ ഓഫ് യൂസേജിലോ എപ്പോഴും നമ്മൾ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് മാർക്കറ്റിങ്ങിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രോഡക്റ്റ് ഇന്നോവേഷന് ശേഷം നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എങ്ങനെയാണ് ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത്? എങ്ങനെയാണ് അതിന് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം, ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തണം. ഒരു മാർക്കർ പേനയാണെങ്കിൽ കൂടി ഇത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റായി നമ്മുടെ കയ്യിൽ എത്തിച്ചു തരണം. ആ മാർക്കറ്റേഴ്സ് ആണ് എത്തിച്ചു തരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോയാലാണ് പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? അതിൽ പ്രധാനമായി വരുന്ന സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഐഡിയ ജനറേഷൻ, ദെൻ ഐഡിയ സ്ക്രീനിങ്, concept development and testing, business analysis, product development and marketing strategy, test marketing and commercialization. അത്രയും ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയി എല്ലാ ഷോപ്പുകളിലും ലഭിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് പലപ്പോഴും ചെറിയ ചെറിയ കൺസേൺസ് മാത്രമല്ല, വലിയ ബിസിനസ് കോർപ്പറേറ്റ്സ് വരെ ഈ പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ ഗോദ്രേജ് കമ്പനി പലതരം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. നമ്മളുണ്ടല്ലോ ഏറ്റവും വലിയ, ഒരുപാട് വലിയ, എത്രയോ മാർക്കറ്റ് ഷെയർ ഉള്ള ആളുകളാണ് നമ്മളുടെ യൂണിലിവർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. അപ്പൊ അവര് കുറേ പ്രോഡക്റ്റ് കോസ്മെറ്റിക്സ് ആയിട്ടും അങ്ങനെയുള്ള ഡെയിലി യൂസബിൾ ആയ കൺസ്യൂമർ പ്രോഡക്ട്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അവര് ഹിമ എന്ന് പറയുന്ന ഒരു പയറുവർഗം, പീസ്, അതിനൊരു പയറുവർഗത്തിന്റെ പാക്കറ്റ് പ്രോഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിമ ആ ബ്രാൻഡ് നെയിമില് അത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറി ഷോപ്പുകളിലും ഒക്കെ അവർ ലോഞ്ച് ചെയ്തു. പക്ഷേ അതിന്റെ ക്വാളിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ പാക്കേജിങ് നല്ലതാണ് എന്നൊന്നും പറഞ്ഞിട്ട് അഫോർഡബിൾ അല്ലാത്ത പ്രൈസിൽ വന്നാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് വാങ്ങില്ല. അപ്പൊ യൂണിലിവർ പോലെയുള്ള അത്രയും വലിയൊരു കമ്പനി ഓഫർ ചെയ്ത ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പരാജയമായി മാറുകയാണ് ചെയ്തത്. അപ്പൊ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടോ അവർക്ക് ഫണ്ട് ഇല്ലാഞ്ഞിട്ടോ മാർക്കറ്റ് സർവേ നടത്താൻ കഴിയാഞ്ഞിട്ടോ ഒന്നുമല്ല. പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ പലപ്പോഴും വിചാരിച്ചതുപോലെ സക്സസ് ആവാറില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പ്രോഡക്റ്റ് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏത് കമ്പനികളാണെങ്കിലും, പുതിയ കമ്പനികൾ, ഏറ്റവും ചെറിയ കമ്പനികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളാണെങ്കിലും പലപ്പോഴും ഓഫർ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മളുടെ കൺസ്യൂമേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല. അപ്പൊ കൃത്യമായി മാർക്കറ്റ് സർവേ ചെയ്ത് ഏത് തരം പ്രോഡക്റ്റ് കൊടുത്താൽ അവർ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഈ പ്രോഡക്റ്റ് പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ചെയർമാൻ അഭിപ്രായപ്പെട്ടത് ഇന്ത്യ ഈസ് നോട്ട് യെറ്റ് റെഡി ഫോർ കൺവീനിയൻസ് ഫുഡ്സ് നീറ്റ്ലി ഡൺ അപ്പ് ഇൻ പാക്കേജസ്. കൃത്യമായി നല്ല വൃത്തിയായും നല്ല സ്റ്റാൻഡേർഡോടും കൂടിയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള
കൺവീനിയൻസ് ഫുഡ് പ്രോഡക്റ്റിനൊന്നും ഇന്ത്യ ഇപ്പോഴും അത് വാങ്ങാൻ റെഡി ആയിട്ടില്ല എന്നാണ് നമ്മുടെ യൂണിലിവറിന്റെ ചെയർമാൻ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ പ്രോപ്പർ സെർച്ച് നടത്തി, സ്ക്രീനിങ് നടത്തി, പ്രോഡക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊമേഴ്സ്യലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈസിയായി സക്സസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ പലപ്പോഴും പല സ്ഥാപനങ്ങൾക്കും പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഐഡിയ ജനറേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ആശയം രൂപീകരിച്ചെടുക്കുന്നു, ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ എന്ത് പ്രോഡക്റ്റ് നൽകണം, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ എന്താണ്, പ്രസന്റ് ഡിമാൻഡ് എന്താണ്, ഫ്യൂച്ചർ ഡിമാൻഡ് എന്തായിരിക്കും, ഇതിനെ കുറിച്ചൊക്കെ വിശദമായി പഠനം നടത്തിയ ശേഷമേ ഏത് പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി ഒരുപാട് സോഴ്സുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് ആശയങ്ങൾ കിട്ടാൻ കുറേ സോഴ്സുകളുണ്ട്. പ്രധാനമായും വരുന്നത് കസ്റ്റമേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് കമ്പനി സോഴ്സസ് ആണ്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്. അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അവരത് കണ്ടിന്യൂസ് യൂസേജ് ഉണ്ടാവും. അപ്പൊ നമ്മളുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള കൺസ്യൂമേഴ്സിനെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അവരുടെ ഡിമാൻഡ്, അവരുടെ ആ പർച്ചേസിങ് പാറ്റേൺ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയറൽ ട്രേറ്റുകൾ എന്തൊക്കെയാണ്, അവരുടെ മാറി വരുന്ന ടേസ്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾക്ക് കസ്റ്റമേഴ്സിനെ വാച്ച് ചെയ്താൽ അറിയാൻ കഴിയും. ദെൻ അവരോട് നമ്മൾ ചോദിക്കുക, എന്താണ് ഇനി നിങ്ങളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൽ നമ്മൾക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിനനുസരിച്ചാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിയത്. ഫ്രിഡ്ജിന് 2 ഡോറ് വേണം എന്നുള്ളത് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായമായിരുന്നു. അതേപോലെ തന്നെ മഷി നിറച്ചെഴുതുന്ന പേനകൾ ഉപയോഗിച്ചിരുന്ന ആളുകളാണ് ഈ ഇങ്ക് റീഫിൽ ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ നിന്ന് അതിങ്ങനെ ലീക്കായി വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ മഷി പരക്കാത്ത ഒരു പേന ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള കസ്റ്റമേഴ്സിന്റെ അഭിപ്രായത്തിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തിയാണ് ബോൾ പോയിന്റ് പേന നമ്മുടെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യപ്പെട്ടത്. അപ്പൊ പല സന്ദർഭങ്ങളിലും നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പുതിയ പ്രോഡക്റ്റിനുള്ള ആശയങ്ങൾ മാർക്കറ്റേഴ്സിന് ലഭിക്കാറുണ്ട്. ദെൻ രണ്ടാമതായി കോമ്പറ്റേറ്റേഴ്സ് ആണ്. നമ്മളുമായി മത്സരം നടത്തുന്ന സിമിലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് കൊണ്ടുവരുന്ന പുതിയ പുതിയ ആശയങ്ങൾ അവരെ നമ്മളിങ്ങനെ ക്ലോസ് ആയി വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അവരെന്തെല്ലാം മാറ്റങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരുന്നത്, അവരുടെ പ്രോഡക്റ്റ് ഫീച്ചേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കും പുതിയ പുതിയ ആശയങ്ങൾ കിട്ടും. ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ സൈസിലോ ഷേപ്പിലോ എന്തെങ്കിലും നമ്മുടെ കോമ്പറ്റേറ്റർ നല്ലൊരു മാറ്റം കൊണ്ടുവന്നു, അത് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലർ വേയിൽ നമ്മുടെ പ്രോഡക്റ്റിൽ കുറച്ചുകൂടെ നന്നായിട്ട് ആൾട്ടറേഷൻ വരുത്താൻ നമ്മൾക്ക് കഴിയും. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പുതിയ പ്രോഡക്ട്സിനുള്ള ആശയങ്ങൾ ലഭിക്കാറുണ്ട്. പിന്നെ വരുന്നത് കമ്പനി സോഴ്സസ് ആണ്. കോമ്പറ്റേറ്റേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ നമ്മുടെ എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. കമ്പനി സോഴ്സസ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ, കമ്പനിയുടെ സെയിൽസ് സ്റ്റാഫ്, ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ആളുകൾ, നമ്മളുടെ കസ്റ്റമേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന സെയിൽസ് ടീമുകൾ അല്ലെങ്കിൽ PROs, അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾക്ക് പുതിയ പ്രോഡക്റ്റിനുള്ള ആശയങ്ങൾ ലഭിക്കാറുണ്ട്. കാരണം നമ്മൾ ചില സമയങ്ങളിൽ ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തും. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള എഫിഷ്യന്റ് ആയ കുറെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ കുറെ സ്റ്റാഫിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നു. പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ പറയൂ എന്ന് പറയും. ആരും അവരെ കളിയാക്കുകയോ ആ പ്രോഡക്റ്റിന്റെ പോരായ്മയെ കുറിച്ച് കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് അവനവന് തോന്നുന്ന ആശയങ്ങൾ പറയാം. അപ്പൊ അവിടെ കുറേ ആശയങ്ങളുടെ ഒരു കൂമ്പാരം നമ്മൾക്ക് ലഭിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്ററാണ്. പക്ഷെ പുതിയ ഒരുപാട് ഐഡിയാസ്, പുതിയ പ്രോഡക്റ്റ് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇവര് കസ്റ്റമേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആളുകളാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ളവരാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് ആണെങ്കിലും. അപ്പൊ അവർക്ക് കസ്റ്റമേഴ്സ് എന്താണ് പുതിയതായി ആവശ്യപ്പെടുന്നത്,
എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പൊ അവരോട് കൃത്യമായിട്ട് എന്ത് പറയാ, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയും അവരിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഏത് പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് അതിനുള്ള ഓപ്ഷനുകൾ എന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കളക്ട് ചെയ്ത് വെക്കുന്നു, ഐഡിയാസ് കളക്ട് ചെയ്തു. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഐഡിയ സ്ക്രീനിങ്. ഇപ്പൊ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടുകയാണ്, ഇഷ്ടം പോലെ ആശയങ്ങൾ പറയാൻ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഐഡിയാസ് കിട്ടും. എല്ലാം കൂടെ നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയോ? ഇല്ല. കമ്പനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിലും എല്ലാ ആശയവും ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറെ പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ ഓഫർ ചെയ്താൽ ആ മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല, ആൾക്കാർ വാങ്ങിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഐഡിയയെ സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്തെടുക്കാണ്. ഇഷ്ടംപോലെ ആശയങ്ങൾ നമ്മൾക്ക് കിട്ടി, അതിൽ നിന്ന് മാക്സിമം പ്രോമിസിങ് ആയ ഐഡിയാസിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. കുറെ ഐഡിയാസ് പ്രോമിസിങ് ആയിരിക്കും, പക്ഷെ നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പുതിയൊരു പ്രോഡക്റ്റ് നമ്മളുടെ ഒരു സ്റ്റാഫ് പറഞ്ഞൊരു ഐഡിയ ഏറ്റവും നല്ലൊരു ഐഡിയ ആയിരുന്നു, നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജി വേണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടേ? ആ ടെക്നോളജി നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. ആ ഫണ്ട് നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഐഡിയ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഐഡിയ നല്ല ഐഡിയ ആണ്, പക്ഷെ അതിന്റെ റോ മെറ്റീരിയൽസ് കുറേ ദൂരെയാണെന്ന് വിചാരിക്കാം. എവിടെയോ നിന്ന് കൊണ്ടുവരണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഐഡിയ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഐഡിയാസും നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ കഴിയില്ല. നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ റിസോഴ്സസിന് സ്യൂട്ടബിൾ ആയ പ്രോഡക്റ്റ് ഐഡിയാസ് മാത്രമേ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഐഡിയ സ്ക്രീനിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല നമ്മൾക്ക് സ്യൂട്ടബിൾ ആയ ഐഡിയാസിനെ സെലക്ട് ചെയ്യുകയും നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഐഡിയാസിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന സ്റ്റേജാണ് ഐഡിയ സ്ക്രീനിങ്. അപ്പൊ ഏറ്റവും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഐഡിയ മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിലൊക്കെ നമ്മൾ യാതൊരു നിയന്ത്രണം വെക്കുന്നില്ല, ഇഷ്ടമുള്ള ആശയം എല്ലാവരോടും പറയാൻ പറയും. പക്ഷെ അതെല്ലാം നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ അട്ടർ ഫൂളിഷ്നെസ് ആയിരിക്കും, ചിലതൊന്നും കസ്റ്റമേഴ്സിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ അത്തരം ഐഡിയാസിനെ ഒക്കെ ഒഴിവാക്കി നമ്മൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രോമിസിങ് ആയ ഐഡിയാസ് ഏതൊക്കെയാണ്, എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുക? നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്, സെയിൽസ് വോള്യം, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കപ്പാസിറ്റി, ഇതെല്ലാം നോക്കി വേണം നമ്മളെ പ്രോഡക്റ്റ് ഐഡിയ ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പൊ ഏറ്റവും പ്രോമിസിംഗ് ആയ ഐഡിയ സെലക്ട് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത ഐഡിയാസിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഐഡിയ സ്ക്രീനിങ്. അപ്പൊ ഐഡിയ സ്ക്രീനിങ്ങിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഫസ്റ്റിൽ ഒരു 100 ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു 15 എണ്ണം ഒക്കെ ആയി ചുരുങ്ങും രണ്ടാമത്തെ സെക്ഷൻ ആകുമ്പോൾ. ദെൻ മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഈ പ്രോഡക്റ്റിന്റെ കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റിൽ ഒരു 100 ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 15 എണ്ണത്തിനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഏറ്റവും നമ്മൾക്ക് സ്യൂട്ടബിൾ ആയ പ്രോഡക്റ്റ്, അതിന്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം പ്രോഡക്റ്റ്, അതിന്റെ കളർ എങ്ങനെയാവണം, സൈസ് എങ്ങനെയാവണം, ക്വാളിറ്റി എങ്ങനെയാവണം, പ്രൈസ് എങ്ങനെയാവണം. അങ്ങനെ അതുവരെ വെറും ആശയങ്ങളായിരുന്ന ഒരു കാര്യത്തിനെ നമ്മളൊന്ന് മെറ്റീരിയലൈസ് ചെയ്യാണ്, ഒരു ഫോമിലേക്ക് എത്തിക്കുകയാണ്. അതാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ്. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും. കുറച്ച് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ച് ഇത് ഇങ്ങനെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റ് കൃത്യമായി കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം സ്വീകരിക്കാതെ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും, അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യും. ഇതില് നമ്മളൊരു ബിഗ് ബൈറ്റ് എന്ന് പറയുന്ന പാർലയുടെ ഒരു ഹാം ബർഗറിന്റെ കേസ് പറയുന്നുണ്ട്, അതേപോലെ ഹിമ പീസിന്റെ കേസ്. ഇതിലൊക്കെ ആശയം നന്നായാലും നമ്മൾക്ക് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ സ്റ്റഡി നടത്തിയിട്ടില്ലെങ്കിൽ പ്രോഡക്റ്റ് സക്സസ് ആവില്ല. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ
ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ് ആൻഡ് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് അനാലിസിസ് ആണ്. ബിസിനസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചെടുത്തൊരു ഐഡിയ ഉണ്ട്, ഒരു പ്രോഡക്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ പ്രപ്പോസൽ പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതായത് ആ പ്രോഡക്റ്റിന്റെ സെയിൽസ് വോള്യൂം, ദെൻ ആ പ്രോഡക്റ്റ് നമ്മൾ എന്തെല്ലാമാണോ അതിന്റെ വിശദാംശങ്ങളെങ്കിൽ അതെല്ലാം കൃത്യമായി വിശകലനം ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, സെയിൽസ്, കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ നമ്മുടെ പ്രപ്പോസ്ഡ് പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് പ്രൊഫൈലും നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന സ്റ്റേജാണ് ബിസിനസ് അനാലിസിസ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന ആ പുതിയ പ്രോഡക്റ്റ് അത് എന്തായിരിക്കണം, അതിന് കുറെ ക്രിട്ടിക്കൽ എലിമെന്റ്സ് ഉണ്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ഡിസൈർഡ് സെയിൽസ്, അതിന് വരുന്ന എക്സ്പെക്റ്റഡ് കോസ്റ്റ്, അങ്ങനെ ആ പ്രൊജക്റ്റിന്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ വിശദമായി അനലൈസ് ചെയ്യുന്ന സ്റ്റേജാണ് ബിസിനസ് അനാലിസിസ്. അതായത് ഇതിന്റെ ആക്സെപ്റ്റബിലിറ്റി നമ്മൾക്ക് തീരുമാനിക്കണമെങ്കിൽ ഇത് കൃത്യമായി നമ്മൾക്ക് ആപ്ലിക്കബിൾ ആണോ, അങ്ങനെ ഏത് പ്രൊജക്റ്റ് ആണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് എന്ന് വിശകലനം ചെയ്യുന്ന സ്റ്റേജാണ് ബിസിനസ് അനാലിസിസ്. ദെൻ അതും ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതുവരെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് മാത്രമായിരുന്ന ആ പ്രോഡക്റ്റിനെ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രോട്ടോടൈപ്പ് നമ്മൾ ഫോം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി പ്രോഡക്റ്റ് പ്രോട്ടോടൈപ്പ് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നു. അപ്പൊ ആ പ്രോഡക്റ്റിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഫോം ചെയ്തെടുക്കുന്ന സ്റ്റേജ് ആണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ, അതായത് ഒരു പ്രപ്പോസ്ഡ് ഐഡിയ നമ്മൾ കൃത്യമായി സ്വീകരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ്? എസ്റ്റാബ്ലിഷ് ഡെവലപ്മെന്റ് പ്രൊജക്ട്, പിന്നെ എന്തെങ്കിലും ചേഞ്ചസ്, ഇഫ് സം ചേഞ്ചസ് നെസസറി, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഈ പ്രോട്ടോടൈപ്പിൽ ചേഞ്ച് ചെയ്യുന്നു. ദെൻ കംപ്ലീറ്റ് ലബോറട്ടറി ഇവാലുവേഷൻ നടത്തുന്നു. ആഫ്റ്റർ ഡെവലപ്പിംഗ് ടെന്റേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പ്രോട്ടോടൈപ്പ് ഈസ് റിലീസ്ഡ് ഫോർ ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഏത് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വേണം, എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം, അതിന്റെയൊക്കെ ബ്ലൂ പ്രിന്റ് റെഡിയാക്കുന്നുണ്ട്. അഡ്വർടൈസിംഗ് പ്രോഗ്രാം എങ്ങനെ വേണം, സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എന്തൊക്കെ ആയിരിക്കണം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ടൈപ്പ്, അതിന്റെ പ്രോട്ടോടൈപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും രൂപീകരിച്ചെടുക്കുന്നു. ആ പ്രോഡക്റ്റിന്റെ ആ ഫൈനൽ ഫിനിഷ്ഡ് ഫോമിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അങ്ങനെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. അതായത് ഒന്നോ രണ്ടോ സെലക്ടഡ് സെഗ്മെന്റില്, അതായത് നമ്മൾ കുറച്ച് നമ്പർ ഓഫ് സെഗ്മെന്റ് ഓഫ് മാർക്കറ്റില് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യും. അതല്ലാതെ ഒരിക്കലും ആദ്യം തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തരുത്. കാരണം ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കുമോ എന്ന് ഉറപ്പ് വേണം. അവരത് കൃത്യമായി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന് അവർക്ക് ഒരു സൂചന കൊടുക്കുക, കുറച്ച് കസ്റ്റമേഴ്സിന്. എന്നിട്ട് അവരെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അവർക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനെ കുറിച്ചിട്ടുള്ള കമന്റുകൾ എന്തൊക്കെയാണ്, അവർക്ക് അതിൽ നിന്ന് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്തണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റിനെ സെലക്റ്റഡ് ആയ മാർക്കറ്റ് സെഗ്മെന്റുകളിൽ ഓഫർ ചെയ്യും, വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യും. എന്നിട്ട് ആ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായി സ്റ്റഡി നടത്തി ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ലാർജ് സ്കെയിൽ ഓപ്പറേഷനിലേക്ക് പോവുള്ളൂ. അപ്പൊ ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് പൊട്ടൻഷ്യൽ സെയിൽസ് വോളിയം ജനറേഷൻ, പിന്നെ ഒന്ന് ഐഡന്റിഫൈ ബയേഴ്സ് വിത്ത് ഇന്നോവേറ്റീവ് ബെൻഡ് ഓഫ് മൈൻഡ്. കാരണം പലപ്പോഴും പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ പുതിയതായി ലോഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നും വാങ്ങിക്കില്ല. ചില ആൾക്കാർ ഒരു ചേഞ്ചിന് വേണ്ടി പുതിയൊരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ വാങ്ങിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. ദെൻ പുതിയ വെറൈറ്റി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല പല സാഹചര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും.
Then compare assumed target buyer behavior with actual buyer behavior. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നമ്പർ ഓഫ് ബയേഴ്സ് ഒക്കെ ഉണ്ടാവും. അത്രയും ബയേഴ്സിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞോ എന്ന് നോക്കണം. Then evaluation of impact of advertising message. നമ്മൾ നടത്തിയ അഡ്വർടൈസിംഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഉണ്ടായത്. പൊട്ടൻഷ്യൽ ഓഫ് റിപ്പീറ്റ് ഡിമാൻഡ്. നമ്മുടെ പ്രപ്പോസ്ഡ് പ്രൊഡക്റ്റിന് വീണ്ടും വീണ്ടും ആവശ്യക്കാർ വരുന്നുണ്ടോ. പിന്നെ പ്രപ്പോസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നമ്മൾ കൃത്യമായി പ്രതീക്ഷിച്ച അത്രയും എഫിഷ്യൻസി അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ. ആ വിവരങ്ങളെല്ലാം ഈ ടെസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം മാത്രമേ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കൊമേഴ്സ്യലൈസേഷനിലേക്ക് പോകുന്നുള്ളൂ. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ്. നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ഇത് എവിടെ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പരസ്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ മാർക്കറ്റിലും പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ലാർജ് സ്കെയിൽ ഓഫറിംഗ് നടത്തുന്ന സ്റ്റേജാണ് കൊമേഴ്സ്യലൈസേഷൻ. എൻറ്റയർ മാർക്കറ്റിൽ നമ്മളുടെ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നു, മാക്സിമം സെയിൽസ്, മാക്സിമം പ്രോഫിറ്റ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ പുതിയ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവണം. കൃത്യമായി ഈ സ്റ്റേജുകളെല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുള്ളൂ. മിക്കവാറും ചില കമ്പനികളിലൊക്കെ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോഡക്റ്റ് പരാജയപ്പെടാനുള്ള കാരണവുമുണ്ട്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വലിയ കോർപ്പറേഷൻ ആണ്. അവരുടെ ആശയങ്ങൾ പോലും ചില സമയത്ത് മാർക്കറ്റിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെടാറുണ്ട്. അതേപോലെ പാർലയുടെ ഹാംബർഗറിന്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഓരോ ആശയങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും അത് സക്സസ് ആവാറില്ല. പക്ഷെ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകണം. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ നോക്കി. അപ്പൊ അതിൽ എക്സാമ്പിൾ ആയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പാർലയുടെ ബിഗ് ബൈറ്റ് എന്ന് പറയുന്ന ഹാംബർഗറിന്റെ ഫെയിലർ, അതേപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഹിമ എന്ന് പറയുന്ന പീസിന്റെ ആ പ്രോഡക്റ്റിന്റെ ഫെയിലർ. എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയാണെങ്കിലും ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണെങ്കിലും പലപ്പോഴും മാർക്കറ്റിൽ പല പ്രോഡക്റ്റുകളും കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വളരെ വേഗം ഔട്ടായി പോകാറുണ്ട്. അപ്പൊ എന്താണ് പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതൊരു ഫെയിലർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതില് റീസൺസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്, ഒന്ന് പ്രോഡക്റ്റ് പ്രോബ്ലം, ദെൻ distribution and channel problem, promotional problem, pricing problem, timing problem, competitive problem. ഒരു പ്രോഡക്റ്റിന്റെ സക്സസിനെ ബേസ് ചെയ്യുന്ന റീസൺസ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അവിടെ വരുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ പോരായ്മകളാണ് നമ്മളുടെ പരാജയത്തിന് കാരണമായി മാറുന്നത്. പ്രോഡക്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ലീഡിങ് ഓർ മിസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം അത് കൊടുത്താലേ അവർ വാങ്ങിക്കുള്ളൂ. അതല്ലാതെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ കളറ്, ഇൻഗ്രീഡിയൻസ്, സൈസ്, അങ്ങനെ പല ഫീച്ചേഴ്സും പലപ്പോഴും പ്രോഡക്റ്റിന്റെ പരാജയത്തിന് കാരണമായി മാറാറുണ്ട്. കാരണം കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് നടത്തുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ അവർ വാങ്ങിക്കുള്ളൂ. ഇപ്പൊ ചില പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഡിസൈനോ അല്ലെങ്കിൽ പാക്കേജിങ്ങോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനേ തോന്നില്ല. ചിലത് നല്ല പാക്കേജിങ് ആയിരിക്കും, പക്ഷെ ഉള്ളിലെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ക്വാളിറ്റി വേണം, പ്രോപ്പർ ക്വാണ്ടിറ്റി വേണം, നല്ല നീറ്റ് ആയിട്ടുള്ള പാക്കേജിങ് ആയിരിക്കണം, ഡിസൈൻ അട്രാക്റ്റീവ് ആയിരിക്കണം. എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഓഫർ ചെയ്യുന്ന മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം സ്റ്റഡി നടത്തണം. ചില മാർക്കറ്റുകളിൽ പ്രീമിയം പ്രോഡക്റ്റ് മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് അത്രയും പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞാലേ അവർ വാങ്ങിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ലോക്കൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്താൽ ചീപ്പ് പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കില്ല.
എന്നാൽ സാധാരണക്കാരായ ഡെയിലി വേജ് ഏർണേഴ്സ് ആയ തൊഴിലാളികളുള്ള മാർക്കറ്റ് ആണെങ്കിൽ അവിടെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഹൈ പ്രൈസിൽ ഓഫർ ചെയ്താൽ അവർ തിരിഞ്ഞു നോക്കും പോലും ഇല്ല. കാരണം അവർക്ക് വളരെ കുറച്ച് വരുമാനമാണ് കിട്ടുന്നത്, അതിൽ നിന്ന് ഒരു ഭാഗമാണ് അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ അവർക്ക് അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന പ്രോപ്പർ ക്വാളിറ്റി ഒക്കെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ആവശ്യമായി വരുന്നത്. പ്രീമിയം ക്ലാസ് പ്രോഡക്റ്റ് ഒന്നും അവർക്ക് വേണ്ടി വരില്ല. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഡിസയർ എന്താണ്, അവർക്ക് കൃത്യമായിട്ട് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത്, അത് ഓഫർ ചെയ്താലേ സക്സസ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഏത് ന്യൂ പ്രോഡക്റ്റ് ആണെങ്കിലും കസ്റ്റമേഴ്സ് റിജക്ട് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് ഫീച്ചേഴ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പ്രോഡക്റ്റിന്റെ ഫെയിലിയറിന് കാരണമാകാം. ദെൻ സെക്കൻഡ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചാനൽ പ്രോബ്ലം. പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നിന്ന് കൺസ്യൂമേഴ്സിന്റെ സ്ഥലത്തേക്ക് പ്രോഡക്റ്റ് എത്തണം, അവരുടെ കൈകളിലേക്ക് ആവശ്യമുള്ള സമയത്ത് എത്തണം. അതല്ലാതെ ഈ മാസമാണ് നമ്മുടെ നാട്ടിലെ ഉത്സവം, അപ്പോഴേക്ക് ഓർഡർ ചെയ്ത സാധനം അടുത്ത മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസമാണ് എത്തുന്നതെങ്കിൽ ആ കസ്റ്റമേഴ്സ് ആ നമ്മൾക്ക് ഓർഡർ തന്ന ആളുകൾ ആ പ്രോഡക്റ്റ് സ്വീകരിക്കുമോ? ഇല്ല. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചാനല് പ്രോപ്പർ ആയിരിക്കണം. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിക്കൊന്നും ഒരു കേടും വരാതെ പ്രോപ്പർ ടൈമിൽ ആപ്റ്റായി എത്തിച്ചു കൊടുക്കുന്ന റെഗുലർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ പ്രോഡക്റ്റിന് സക്സസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സ് എത്തുന്ന സമയത്ത് പ്രോഡക്റ്റ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവർ വേറെ പ്രോഡക്റ്റ് വാങ്ങിക്കും, നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി റിജക്ട് ചെയ്യപ്പെടും. ദെൻ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൊമോഷണൽ പ്രോബ്ലം ആണ്. പുതിയൊരു പ്രൊഡക്റ്റിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോട് കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ കസ്റ്റമേഴ്സ് ഇത് അറിയണ്ടേ? കസ്റ്റമേഴ്സിന് കൃത്യമായി ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണ്ടേ? അപ്പൊ പരസ്യങ്ങളിലൂടെയോ മറ്റ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഉപയോഗിച്ചൊക്കെ നമ്മൾ സെയിൽസ് മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാജ വാഗ്ദാനങ്ങളൊന്നും നൽകരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ, ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അത് കള്ളത്തരമാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കില്ല. അപ്പൊ ഇംപ്രോപ്പർ യൂസ് ഓഫ് റോങ് അപ്പീൽസ് അതൊന്നും നമ്മൾ ചെയ്യരുത്. പിന്നെ കൃത്യമായി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെയും നമ്മളുടെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജിയെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം. കൃത്യമായ വിവരങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. ആ പ്രൊഡക്റ്റിന്റെ മാക്സിമം സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കുകൾ, ചിലപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് എക്സ്ട്രാ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുക, അങ്ങനെ കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കാം. കാരണം പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാണ്, നമ്മൾക്ക് അവിടെ അതിനൊരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കാൻ കഴിയണം. എന്നാൽ നമ്മൾക്ക് എന്ത് പറ്റാനും പാടില്ല, ലോസ് സംഭവിക്കാനും പാടില്ല. നമ്മൾക്കുണ്ടായ ചെലവിനെ റീകൂപ്പ് ചെയ്യാൻ പറ്റുന്ന വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാനും കഴിയണം. അപ്പൊ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട പ്രൊമോഷൻ സിസ്റ്റം കൃത്യമായി സെയിൽസ് ഫോഴ്സിനൊക്കെ നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വേണം നമ്മൾ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത്. ദെൻ അടുത്ത പ്രോബ്ലം ആയിട്ട് വരുന്നത് പ്രൈസിങ് പ്രോബ്ലം ആണ്. പ്രൈസിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ മാർക്കറ്ററിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ പ്രൈസ് ചാർജ് ചെയ്യുക എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ചെലവായ കോസ്റ്റ് പ്ലസ് നമ്മൾ ഡിസയർ ചെയ്യുന്ന പ്രോഫിറ്റ് രണ്ടും കൂടെ കിട്ടണം. അങ്ങനെയാണ് അവർ പ്രോഡക്റ്റിനോ സർവീസിനോ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. എന്നാൽ കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ റേറ്റ് ഓഫ് പ്രൈസിൽ, അങ്ങനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിങ് പോളിസി നോക്കണം. സിമിലർ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് ഒരുപാട് ഹൈ ആയിട്ട് ഫിക്സ് ചെയ്താലും ആളുകൾ വാങ്ങിക്കില്ല, ഒരുപാട് ലോ ആയിട്ട് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം, അപ്പോഴും ആളുകൾ വാങ്ങിക്കില്ല. കാരണം ലോ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി കുറവാകും, ഇത്ര വില കുറഞ്ഞിട്ടൊന്നും ഈ പ്രോഡക്റ്റ് കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അതിന് ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും സെയിൽസ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് പ്രോഡക്റ്റിന്റെ പ്രൈസ് വളരെ കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ലാഭം ഉണ്ടാവില്ല, നമ്മുടെ കോസ്റ്റ് റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹെവി ലോസ് സഫർ ചെയ്യേണ്ടതായി വരും. അപ്പോൾ പ്രൊഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പ്രൈസിങ് പോളിസി ആയിരിക്കണം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത പ്രോബ്ലം എന്താണ്? ടൈമിംഗ് പ്രോബ്ലം. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടണം.
ഒരുപാട് ഏർലിയും ആവരുത്, ഒരുപാട് ലേറ്റും ആവരുത്. കുറേ മുന്നേ കൂട്ടി നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ മഴക്കാലത്താണ് കുടയുടെ ആവശ്യം വരാം. അപ്പോൾ നമ്മളൊരു 2-3 മാസം മുന്നേ തന്നെ പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് പരസ്യമൊക്കെ കൊടുത്താൽ അപ്പോൾ സെയിൽസ് ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ആ റെയിനി സീസൺ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതിന് ഓഫറൊക്കെ കൊടുത്ത് പുതിയൊരു മോഡൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ബാഗോ റെയിൻ കോട്ട് കവറേജ് ബാഗോ ഒക്കെ ഓഫർ ചെയ്യുന്നതെങ്കിൽ ആ ആപ്റ്റ് ടൈമിൽ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞാൽ മാക്സിമം സെയിൽസ് നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ കഴിയും, മാക്സിമം റിട്ടേൺ എൻഷുർ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരുപാട് വൈകിയുള്ള പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് കൊണ്ടും നമ്മൾക്ക് ലാഭം ഉണ്ടാവില്ല. ഒരുപാട് നേരത്തെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് തുടക്കം മുതൽ ഏൺ ചെയ്യാൻ കഴിയില്ല. പിന്നെ ലാസ്റ്റിൽ വരുന്ന പ്രോബ്ലമാണ് കോമ്പറ്റേറ്റീവ് പ്രോബ്ലം. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ സ്ട്രാറ്റജികൾ, അവർ നല്ല അഗ്രസീവ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ കൃത്യമായ പഠനങ്ങളും നല്ല സ്ട്രാറ്റജിയും ഒന്നും അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവില്ല. പ്രോഡക്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുക തന്നെ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നമ്മൾക്ക് കൃത്യമായ ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ എല്ലാ പോരായ്മകളും പരിഗണിക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസും ഒരു പരിധി വരെ നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയണം. ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലാണെങ്കിലും പ്രൈസിങ്ങിലാണെങ്കിലും ടൈമിങ്ങിലാണെങ്കിലും. പിന്നെ കോമ്പറ്റേറ്റേഴ്സ് അവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ രീതിയിലാണ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അവരുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാവൂ. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് അത് സക്സസ് ആവണമെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾക്ക് ഓവർകം ചെയ്യാൻ കഴിയണം. അതല്ല ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മുടെ ഈ 6th യൂണിറ്റിലെ ലാസ്റ്റ് 2 ടോപ്പിക്കാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ഇൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് അതിൻ്റെ ലൈഫിൽ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്, ആ സ്റ്റേജസിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിളായിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ദെൻ ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. ഒരു ഹ്യൂമൻ ബീയിങ് ജനിച്ച് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ മരണം എന്നുള്ള സ്റ്റേജിൽ എത്തിച്ചേരുന്നു. അതേപോലെ പ്രൊഡക്റ്റ് കടന്നു പോകുന്ന സ്റ്റേജസ് ആണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എല്ലാ പ്രൊഡക്റ്റുകളും ഈ എല്ലാ സ്റ്റേജസിലൂടെയും കടന്നു പോയിക്കൊള്ളണമെന്നില്ല. ഈ ലൈഫ് സൈക്കിൾ ചില പ്രോഡക്റ്റുകൾക്ക് വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം, ചില പ്രോഡക്റ്റുകൾക്ക് ആഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിയൊരു പ്രോഡക്റ്റ് വരുമ്പോൾ പഴയ പ്രോഡക്റ്റ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം, അത് സെലക്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എല്ലാ പ്രോഡക്റ്റിനും ഒരേപോലെയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ നോർമലൈസ് ചെയ്ത് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്ന സ്റ്റേജസ് ഇതാണ്. ഇതിൽ നമ്മുടെ മാർക്കറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസുമുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് പരിചയപ്പെടുത്തുന്ന സ്റ്റേജ്. മാർക്കറ്റർ ഇൻട്രൊഡ്യൂസസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ടു അവർ കൺസ്യൂമേഴ്സ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നല്ല പ്രൊമോഷണൽ എഫേർട്സ് എടുത്തുകൊണ്ട് നല്ല പരസ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ബോധവൽക്കരണം നടത്തി നമ്മൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് സർവേ, മാർക്കറ്റ് റിസർച്ച്, പ്രൊമോഷണൽ ക്യാമ്പയിൻസ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഹൈ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന വളരെയധികം ചിലവുള്ള ഒരു സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഇവിടെ മാർക്കറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കിമ്മിങ് പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെനിട്രേഷൻ പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യാം. മാർക്കറ്റിൽ സിവിയർ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് പ്രൈസ് സ്കിമ്മിങ് പോളിസി അഡോപ്റ്റ് ചെയ്യാം. അതായത് ഹൈ പ്രൈസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് ദെൻ ലോ പ്രൈസ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. കാരണം ഹെവി പ്രൊമോഷണൽ കോസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി തുടക്ക സ്റ്റേജിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം.
എന്നാൽ നമ്മുടെ മാർക്കറ്റിലെ കോമ്പറ്റേറ്റേഴ്സ് അഗ്രസീവ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് ഈ പോളിസി അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈ പ്രൈസ് പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്താൽ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പോളിസി അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പെനിട്രേഷൻ ആണ്. അതായത് ലോ പ്രൈസ്, എന്നിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ സെയിൽസ് ഒക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പൊസിഷനൊക്കെ നടത്തി ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഹൈ പ്രൈസിലേക്ക് പോവാം. അപ്പോൾ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ സ്കിമ്മിങ്ങോ പെനിട്രേഷനോ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹെവി അഡ്വർടൈസ്മെൻ്റ് ആണ്, ഹെവി പ്രൊമോഷൻ ആണ്, ലോ ഇൻകം ആയിരിക്കും. ഒരു ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കോസ്റ്റ് കവർ ചെയ്ത് വന്നാലേ ലാഭമാവുന്നുള്ളൂ. അപ്പോൾ ചില സ്ഥാപനങ്ങൾക്ക് ചില പ്രൊഡക്റ്റുകൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നെഗറ്റീവ് പ്രോഫിറ്റ് ആയിരിക്കും. അല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ നേരിയ തോതിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത്. ഗ്രോത്ത്, റാപ്പിഡ് ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ വാങ്ങി ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ ആളുകൾ വീണ്ടും വീണ്ടും പ്രോഡക്റ്റ് റിപ്പീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് സെയിൽസ് കൂടും, പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഈ കൂടി വരുന്ന ഡിമാൻഡിന് നമ്മൾ പ്രോപ്പർ സപ്ലൈ എൻഷുർ ചെയ്യണം. ആവശ്യമുള്ളതിനനുസരിച്ച് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് നൽകാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം, പ്രൊമോഷണൽ വർക്കുകൾ നല്ല രീതിയിൽ നടത്തണം. കാരണം മാക്സിമം ഈ സ്റ്റേജ് നമ്മൾ നിലനിർത്തണം. ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സ്റ്റേജാണ് റവന്യൂ. അപ്പോൾ ആ ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മൾക്ക് മാക്സിമം ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്നത്. ദെൻ അടുത്ത സ്റ്റേജാണ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ലെവൽ ഓഫ് സെയിൽസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് എന്ത് എഫേർട്ട് എടുത്താലും അതിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റേജ് സ്റ്റാഗ്നൻറ്റ് സ്റ്റേജാണ്. അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം, ലോങ് ലാസ്റ്റിംഗ് ആക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഇൻകം അഷ്യൂർ ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്തുക. അതിനുവേണ്ടി നമ്മൾക്ക് പല രീതികൾ അഡോപ്റ്റ് ചെയ്യാം. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ നടത്താം, മാർക്കറ്റിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക. അതായത് പുതിയ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക, ഉള്ള മാർക്കറ്റ് തന്നെ എക്സ്പാൻഡ് ചെയ്യുക, മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ പ്രൈസിങ്ങിൽ മാറ്റങ്ങൾ വരുത്താം, മാർക്കറ്റിംഗ് മിക്സിൽ മോഡിഫിക്കേഷൻ നടത്താം. എന്തെല്ലാം ചെയ്താലാണോ നമ്മൾക്ക് ആ സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയുന്നത്, അതായത് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയാതെ സൂക്ഷിക്കുക. അതാണ് മെച്യൂരിറ്റി സ്റ്റേജിൽ വരുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ആണ്. പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനേക്കാൾ നല്ല ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റുകൾ കോമ്പറ്റേറ്റേഴ്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ നമ്മളുടെ സെയിൽസ് കുറയാൻ തുടങ്ങും, വരുമാനം കുറയാൻ തുടങ്ങും. അപ്പോൾ ആ സ്റ്റേജിലൊക്കെയാണ് നമ്മൾ മാക്സിമം ഗിഫ്റ്റൊക്കെ കൊടുക്കുക, ആഫ്റ്റർ സെയിൽസ് സർവീസുകളൊക്കെ കൊടുക്കുക, സെയിൽസ് പ്രൊമോഷന് വേണ്ടി എഫേർട്സ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ത് ചെയ്താലും ഇൻക്രീസിങ് ട്രെൻഡ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഡിക്ലൈൻ സ്റ്റേജ് തുടങ്ങി എന്ന് റിയലൈസ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത സ്റ്റേജ് അബാൻഡൻമെൻ്റ് ആണ്, ഒബ്സോളസെൻസ് ആണ്. ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു നമ്മുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ റിജക്റ്റഡ് ആയി പോകുന്നു. കാരണം പുതിയ പുതിയ ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ പ്രോഡക്റ്റിൻ്റെ ആവശ്യം കസ്റ്റമേഴ്സിന് ഇനി ഇല്ല എന്നുള്ള സ്റ്റേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ലാഭമുണ്ടാവില്ല, ആ പ്രോഡക്റ്റിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് നിലവിലുള്ള ആ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണം. അതേപോലെ തന്നെ അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റിന് പകരം പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ TV-യിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. മൊബൈൽ ഫോണുകൾ നല്ല ഹെവി പ്രൈസിൽ പ്രീമിയം പ്രൈസിങ്ങിലൊക്കെ ലോഞ്ച് ചെയ്ത പല മോഡലുകളും വളരെ വേഗം ഔട്ട്ഡേറ്റഡ് ആയി പോവാറുണ്ട്. കാരണം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പുതിയ ഏറ്റവും നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റുകൾ വരുമ്പോൾ പഴയ പ്രോഡക്റ്റുകൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാറുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മുതൽ അബാൻഡൻമെൻറ്റ് വരെയുള്ള സ്റ്റേജസിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ലൈഫിൽ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റർ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ അനലൈസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്ന് മനസ്സിലാക്കി അതിന് സ്യൂട്ടബിളായ പ്രൊമോഷൻ സ്ട്രാറ്റജിയൊക്കെ അഡോപ്റ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സാണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഈ 4 ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മുടെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ ഒപ്റ്റിമൽ മിക്സ്
ഏറ്റവും നല്ല രീതിയിൽ ഓരോ എലമെൻറ്റും എങ്ങനെ മിക്സ് ചെയ്താലാണ് ആ സ്റ്റേജ് നമ്മൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത്, അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഓരോ സ്റ്റേജിലും ഇന്നൊവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരണം. നമ്മുടെ പീറ്റർ ഡ്രക്കർ പറഞ്ഞതുപോലെ ഇന്നൊവേറ്റ് ഓർ പെറിഷ്, ആ 2 ഓപ്ഷൻസേ മാർക്കറ്റുകളുടെ മുന്നിലുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അനാലിസിസ് നടത്തി ഇതിൽ ഏതൊക്കെ മിക്സിലാണ് നമ്മൾക്ക് ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് നോക്കി മാക്സിമം മാർക്കറ്റ് ഷെയർ വിത്ത്ഹെൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മാർക്കറ്റേഴ്സ് നോക്കണം. അപ്പോൾ എത്ര തന്നെ എന്തൊക്കെ പോളിസികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഏത് പ്രോഡക്റ്റിനും അബാൻഡൻമെൻറ്റ് സ്റ്റേജ് ഫേസ് ചെയ്യേണ്ടതായി വരും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യണം, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 6th യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പ്രോഡക്റ്റ് ഇന്നൊവേഷൻ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ.